എങ്ങനെയുണ്ട് തുമ്പി? ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്നും ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി പിസയാണ്. പിസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കുറേ പേർക്ക് അറിയാമായിരിക്കും, അറിയില്ലാത്ത കുറേ പേരുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അവനിലും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ തവയിലും ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് അങ്ങനെ രണ്ട് രീതിയിലുണ്ട്. അപ്പോൾ അവനില്ലാത്തവർക്കും ഇങ്ങനെ കാണിക്കുമ്പോൾ യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. പിസ്സ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ലല്ലോ, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാണല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാൻ ഉണ്ടാക്കിയിട്ട് നല്ല സക്സസ് ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുൾ വരെ കണ്ടു നോക്കുക. എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ് കാണാൻ മറക്കല്ല കേട്ടോ. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പിസയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിക്കൻ്റെ കാര്യങ്ങൾ ആദ്യം നോക്കാം. ഒരു ബോൺലെസ് ചിക്കനാണ് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ. ഒരു 100 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തേക്കുവാണ്. നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തത് മാറ്റി വയ്ക്കാൻ തന്നെ. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി സോസ് ഇല്ലെങ്കിൽ കുറച്ച് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഒരു 1/4 ടീസ്പൂൺ ചില്ലി സോസ് അല്ലെങ്കിൽ ചില്ലി പൗഡർ. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ സോയാ സോസ് ഒരു 1/4 ടീസ്പൂൺ സോയാ സോസ്. അതുപോലെ ഒരു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുകൂടാണ്ട് വിനാഗിരി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒറിഗാനോ മിക്സാണ് വേണ്ടത്. ഈ ഒറിഗാനോ മിക്സിൽ ഇതിൽ ഒറിഗാനോ മാത്രമല്ല കേട്ടോ, ബാക്കി കുറച്ച് അധികം ഫ്ലേവേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ്, പിസയുടെ ടേസ്റ്റ് തരുന്നൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ഉണ്ടെങ്കിലാണ് ആ ഒരു നമുക്ക് ഡൊമിനോസ് എന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു പിസയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒറിഗാനോ മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും ഒരു മിനിമം വയ്ക്കണം. അപ്പോൾ നമ്മളിത് നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ചായിരുന്നു. 2 മണിക്കൂർ കൂടുതൽ മാറ്റി വെച്ചായിരുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒറിഗാനോ മിക്സിൽ നമ്മൾ ഒറിഗാനോ മാത്രമല്ല ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, എല്ലാ മിക്സോട് ചേർത്തിട്ട്. അല്ലാതുകൊണ്ട് ഇതുപോലെ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചാലും മതി. അതായത് റോസ്മേരി ഉണ്ട്, ഒറിഗാനോ, പാഴ്സ്ലി, ബേസിൽ, തൈം, ഇങ്ങനെ കുറേ അധികം മിക്സുകൾ നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്ത് വയ്ക്കുക. അതാണ് ഈ ഒരു നമ്മളിപ്പം ഒറിഗാനോ മാത്രം യൂസ് ചെയ്തവർ ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ബേസിൽ ലീവ്സ്, തൈം, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് ആ ഒരു ഡൊമിനോസ് എന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പിസയുടെ സെയിം ടേസ്റ്റും സെയിം ഫ്ലേവറും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി പിസ്സ ഡോ ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഇളം ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിന് ഒരു 1.5 കപ്പ് ഇളം ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഈസ്റ്റ് ശ്രദ്ധിക്കുക. ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ്, സാധാ ഈസ്റ്റ് അല്ല കേട്ടോ. ഈ ഡ്രൈ ഈസ്റ്റിന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊങ്ങി വരുള്ളൂ. ഒരു 3/4 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം കണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റ് നല്ലതാണെങ്കിൽ മാത്രമാണ് ഇതുപോലെ പൊങ്ങി വരുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് മൈദ നമ്മൾ ഈ ഒരു കപ്പിന് ഒരു 1.5 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ ഒറിഗാനോ സീസണിങ് ആദ്യം കാണിച്ചത് എല്ലാ ഫ്ലേവേഴ്സും ഉള്ള ഓൾ ഫ്ലേവേഴ്സും ഉള്ള നമ്മുടെ പിസയുടെ മെയിൻ സംഭവമാണ് ഈ ഒരു ഒറിഗാനോ സീസണിങ്. കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം കുഴയ്ക്കാൻ വേണ്ടി കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കയ്യിൽ കൊട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഓയിൽ യൂസ് ചെയ്യാം. ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയിരിക്കും ബെസ്റ്റ്. ഒരിക്കലും കോക്കനട്ട് ഓയിലൊന്നും വച്ച് കുഴക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒലീവ് ഓയിലാണ്. നല്ലവണ്ണം കുഴച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ബൗളിലാക്കി ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഒരു 1.5 to 2 മണിക്കൂർ ഇതിങ്ങനെ മാറ്റി വയ്ക്കാം ഫെർമെൻറ്റ് ചെയ്യാനായിട്ട്. ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മുടെ
ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചാൽ ചിക്കനാണ്. ഈ ചിക്കൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഒരു ഹൈ ഫ്ലെയിമിൽ മീഡിയം ടു ഹൈ ഫ്ലെയിം, ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട, മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വച്ചേക്കുന്നത്. നമ്മളിവിടെ എല്ലാത്തിനും ഒലീവ് ഓയിലായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഒലീവ് ഓയിൽ ഇല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതി. ഇത് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ ലോ ഫ്ലെയിമിൽ വച്ച് ഫ്രൈ ചെയ്തെടുത്ത കുഴപ്പമെന്ന് വെച്ചാൽ അത് ഭയങ്കര ഹാർഡായിപ്പോകും ചിക്കൻ, സോഫ്റ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പിസ്സ സോസ് ഉണ്ടാക്കാം. പിസ്സ സോസ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഒരു സവാള, അതുപോലെ കുറച്ച് വെളുത്തുള്ളിയുടെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി, അതുപോലെ ചില്ലി, സാദാ ചില്ലിയെ യൂസ് ചെയ്തേക്കണം. ഈ ചില്ലിയുടെ അകത്തുള്ള കുരു കളയാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പം കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അകത്ത് ഉള്ള കുരു കളയാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിക്കുക. ഒരു വിസിൽ വരുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിസിൽ വന്ന് നമ്മൾ ഓഫ് ചെയ്തു. ഇതിൻ്റെ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ്, തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിൽ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ചൂടോട് ഒരിക്കലും മിക്സിയിലിട്ട് അടിക്കരുത്. ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് അരച്ച് എടുക്കാം. കണ്ടോ, അരച്ച് പേസ്റ്റാക്കി നമ്മൾ പിസ്സ സോസ് ഇതിനുള്ള നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് അതേ സെയിം പാനാണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം ആ ചിക്കൻ്റെ ഫ്ലേവർ അതിലുണ്ടല്ലോ. വേറെ പാൻ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സെയിം പാനാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ സോസ് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിലേക്ക്. എന്നിട്ട് നല്ലോണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. തിളച്ച് ഇതൊന്ന് വറ്റി വരണം. പിന്നെ കുറച്ച് സോസും കൂടി, ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒറിഗാനോ. അപ്പോൾ നമുക്ക് ഈ ഒരു പിസ്സ ഉണ്ടാക്കാൻ മെയിനായിട്ട് ഒരു ഒറിഗാനോയുടെ ഒരു മിക്സാണ് ഏറ്റവും പ്രധാനം. ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തരുന്ന ഒരു മെയിൻ സാധനം. അപ്പോൾ ഇത് നമുക്ക് വെജിറ്റബിൾസ് പിസ്സയിലേക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും അല്ല, നമുക്കൊരു കുറച്ച് എന്താ പറയുക, ക്യാപ്സിക്കം, ഡിഫറെൻറ്റ് കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ഡോ കണ്ടില്ലേ, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഡോ എടുത്തിട്ട് നമുക്കിതൊന്നുകൂടി ഒന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കണ്ടോ, നല്ലോണം ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. വേണമെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ പരട്ടി കൊടുക്കാം കേട്ടോ, കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു വളരെ തിൻ ക്രസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡോ കൊണ്ട് ഒരു 4 പിസ്സ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര തിൻ ക്രസ്റ്റാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് 3ഓ 2ഓ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ക്രസ്റ്റിന് തിക്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ തിൻ ക്രസ്റ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റിലാണ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു 3 എണ്ണത്തിനോ 2 എണ്ണത്തിനോ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ അവനിലും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ സാധാരണ പാനിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അവനിൽ ഉണ്ടാക്കുന്നത് പറയാം. ഇത് ഒന്ന് പാനിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാത്തിനും ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതുപോലെ ആദ്യം എടുത്തു വെച്ച ഒരു പീസ് ഡോ എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും കൈ കൊണ്ട് തന്നെ പരത്തി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വേണമെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. പരത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ സെയിം രീതി തന്നെയാണ് പാനിൽ ഉണ്ടാക്കുവാണെങ്കിലും ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ബേക്ക് ചെയ്യുമ്പോൾ പൊങ്ങി വരാണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ഫോർക്ക് കൊണ്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു 1 സൈഡ് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യുക. ഇനി നമുക്കിത് അവനിലെടുത്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ നിന്ന് കുക്ക് ചെയ്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് മറ്റേ സൈഡിലേക്ക് നമ്മുടെ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് എത്രമാത്രം യൂസ് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ ചീസ് എടുക്കുന്നുണ്ട്. ചീസ് ശ്രദ്ധിക്കുക, മോസറല്ല ചീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സാധാ ചീസല്ല. അപ്പോൾ മോസറല്ല ചീസ് നമ്മളിവിടെ നേരത്തെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഉണ്ടാക്കുന്ന ഉടനെ തന്നെ എടുത്ത് വയ്ക്കാണ്ട് നേരത്തെ തന്നെ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഈ ഒരു
ചീസ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നമ്മൾ ആദ്യം എടുത്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് നമ്മൾ കുറച്ച് ഉള്ളി, കുറച്ച് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, നമുക്ക് കളർഫുൾ ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ടൊമാറ്റോ 2 പീസ്, അതുപോലെ ഒലീവ് പീസസ് ഒക്കെ നമുക്ക് ഓപ്ഷനാണ്, വേണമെങ്കിൽ മതി. പക്ഷേ ഇതൊക്കെ ഇടുമ്പോൾ ആ ഒരു പീസയുടെ ശരിക്കും നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലേ. പിന്നെ നമ്മുടെ ചിക്കൻ പീസസ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്കിത് മേളിലേക്ക് വീണ്ടും കുറച്ച് ചീസ് സ്പ്രെഡ് ചെയ്യുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസിൻ്റെ സ്ലൈസ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. ആ സ്ലൈസുള്ള ചീസും വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്കും ചീസ് ഇഷ്ടമാണ്, വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇത്രയും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അവൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച അവനാണ്. ഈ അവനിലേക്ക് നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണ്. ഒരു 8 മിനിറ്റ് വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ ഇത് ബേക്ക് ചെയ്യാൻ. കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കുക. 8 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് എടുക്കാം. അപ്പോൾ ക്രസ്റ്റ് ഹാർഡ് ആവാണ്ടിരിക്കാനായിട്ട് നമ്മൾ 8 മിനിറ്റ് വയ്ക്കുന്നത്, കൂടുതൽ സമയമൊന്നും വയ്ക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഈ ചൂടോട് തന്നെ ഇത് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലാന്നുള്ളത് കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ചൂടോട് തന്നെ കട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നോർമൽ പിസ്സ, അതായത് നമ്മളിപ്പോൾ പാനിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഫസ്റ്റ് സൈഡ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തിട്ട് സെക്കൻഡ് സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അടച്ച് വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ടോട്ടൽ ഒരു 10 മിനിറ്റ് ടോട്ടൽ കുക്ക് ചെയ്യാൻ എടുക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസിയാണ് പാനിൽ ചെയ്യാനായാലും. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ, അതർവൈസ് നമുക്ക് കട്ട് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ പിസ്സ അവിടെ റെഡിയാണ്. നിങ്ങൾക്ക് അവനുള്ളവർക്ക് അവനിലും, ഇല്ലാത്തവർക്ക് പാനിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയും കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒറിഗാനോ മിക്സ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, നമ്മുടെ ഭംഗിയുള്ള പിസ്സ റെഡിയാണ്. എങ്ങനെയുണ്ട് ശങ്കു? നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് തുമ്പി? അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അധികം സമയം എടുക്കാം കേട്ടോ. വളരെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. അവനുണ്ടെങ്കിലും അതുപോലെ അവനില്ലാത്തവർക്ക് തവയിലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി. അതായത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അതിലും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ അവർക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം. ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റുമായിട്ട് ഒട്ടും വ്യത്യാസമില്ല കേട്ടോ. അത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കാണുന്ന വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.